പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിനോട് അകന്ന് ഭൂമിയിൽ പരദേശികളായിരിക്കുന്നു എന്ന തിരിച്ചറിവ്. നാം പരദേശികളായിരിക്കുമ്പോൾ തന്നെ പത്രോസ് പറയുന്നു, മുസാഫിർ, യാത്രികളുമാണ് നമ്മൾ. സ്തോത്രം. പരദേശികളും പ്രവാസികളും എന്നാണ് പത്രോസ് നമ്മെ വിളിക്കുന്നത്. 1 Peter 2:11. നമ്മൾ പരദേശികളും പ്രവാസികളുമാണ്. പ്രവാസികൾ എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുന്നത് ഗൾഫിലൊക്കെ ജോലിക്ക് പോയവരെയാണ്. എന്ന് പറഞ്ഞാൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന, പോയ സ്ഥലത്ത് സ്ഥിരതാമസക്കാരല്ലാത്തവരെന്നർത്ഥം. നമുക്ക് ആ ദൈവത്തോട് പറയാൻ കഴിയും, precious Lord, hold my hands and lead me home. I'm now away from home. I'm just a traveler. I'm just a passerby. Please be with me. ദൈവമേ, ഞാൻ എൻ്റെ സ്വർഗീയ വീട്ടിൽ നിന്നും അകന്ന് ഇപ്പോൾ ഇവിടെ പരദേശിയായിട്ട് പാർക്കുന്നു. യാത്രികനാണ്. എൻ്റെ കരങ്ങൾ പിടിക്കണമേ. വഴുവഴുപ്പ് നിറഞ്ഞ ലോകത്തിൽ തെന്നിപ്പോകാതെ, കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ ഞാൻ വീണു പോകാതെ, ദൈവമേ എന്നെ വീട്ടിലെത്തിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. ഈ യാത്രയിൽ തകർന്നു വീണ പലരുടെയും അസ്ഥികൂടങ്ങൾ നാം കാണുന്നുണ്ട്. നാം ഒരു പാട്ടിൽ പാടുന്നത് പോലെ, എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരപുമാനുകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം എന്ന പാട്ടിലെ ഒരു സ്റ്റാൻസായ ഞാൻ ഈ പറഞ്ഞത്. നമ്മളെക്കാൾ ഭക്തന്മാരും ശക്തന്മാരുമായിരുന്ന അനേകർ വീണ് തകർന്നതായ ഈ സിയോൻ യാത്രയിൽ അവരുടെ അസ്ഥികൂടങ്ങളെ ചവിട്ടിക്കൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. സ്തോത്രം. അവരിൽ ഒരുവനെ പോലെ, ഒരുവളെ പോലെ നമ്മുടെ അസ്ഥികൂടങ്ങളും ഇവിടെ വീണ് തകരാതിരിക്കുവാൻ നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവിങ്കിലേക്ക് നമ്മുടെ കൈകൾ കൊടുത്തിട്ട്, എന്നെ പിടിച്ചോണേ കർത്താവേ, സ്തോത്രം എന്ന് പറയാം. അവൻ നമ്മെ വീട്ടിൽ എത്തിക്കുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് യൂദാ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ എങ്ങനെ കളങ്കമില്ലാത്തവരായി, പിന്നെ സ്തോത്രം, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. പ്രൈസ് ഗാഡ്. Jude verse 24. So up to 19, verses from 4 to 19, Jude was describing about those people who fell on the way. Those people who could not stand firm. But finally he exhorts us, no issues. Even though angels fell, Israel fell, some of our forefathers fell, don't be afraid. Don't be dismayed. There is a God who can keep you from falling and take you to his glorious throne and keep you stand joyfully in his presence, and therefore trust in him. ശരിയാ, നമ്മളെക്കാൾ ശക്തന്മാർ വീണിട്ടുണ്ട്, നമ്മളെക്കാൾ ഭക്തന്മാർ വീണിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഴണമെന്നില്ല. കാരണം നമ്മളെ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സ്വയം അവന്റെ കൈകളിൽ നിന്നും കുതറി ഓടിപ്പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ചിലപ്പോൾ നാം വീണുപോയേക്കാം. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് പോലെ 2 കാര്യങ്ങൾ ഉറപ്പാ. ഒന്ന്, ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിടത്തില്ല. 2,
ഈ കർത്താവിന്റെ കയ്യിൽ നിന്ന് ആരും നമ്മളെ പിടിച്ചു പറിക്കത്തില്ല. പിന്നെ ഒരു കാര്യത്തിനേ ഉള്ളു ഗ്യാരണ്ടി ഇല്ലാത്തത്, നമ്മള് അവന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകാതിരുന്നാൽ മതി. സ്തോത്രം. 2 things are very sure, that he will never ever leave us. He will never ever lose his hold upon us, God. And second thing, nobody is there to take us away from him. These 2 things are so sure, so sure. Only one possibility is there, that we ourselves may leave divine company, and we ourselves may go astray. That should not happen from our side. Then we are safe in God's hands. Praise God. ദൈവം ആ നിലയിൽ നമ്മെ പിന്നെയും സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങളിലേക്ക്, മിനിറ്റുകളിലേക്ക് നാം പഠിക്കുന്ന തിരുവചന ചിന്തകളിലേക്ക് മടങ്ങി വരുന്നു. സ്തോത്രം. സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നതിനെ പറ്റിയാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷൻ ഈസ് പാർട്ട് recognizing that our redemption has been accomplished by Christ, and part realizing that our redemption is being applied by the Spirit. ഒരു ഭക്തന്റെ ആശയമാണിത്, ഒരു എഴുത്തുകാരന്റെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധീകരണം എന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വീണ്ടെടുപ്പാണെന്നും, 2, ആ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം നമ്മിൽ പ്രായോഗികമാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഉള്ള തിരിച്ചറിവാണ്. ഒന്നുകൂടെ പറയുന്നു, വിശുദ്ധീകരണം അതിന്റെ 2 ഭാഗങ്ങളാണ് ഭക്തൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന തിരിച്ചറിവ്. സ്തോത്രം. ഓക്കെ. Sanctification is a part recognizing that our redemption has been accomplished by Christ. യേശുക്രിസ്തുവിലൂടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ്. And second part, and part realizing that our redemption is being applied by the Spirit. ആ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട വീണ്ടെടുപ്പ് നമ്മിൽ പ്രായോഗികമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന തിരിച്ചറിവ്. സ്തോത്രം. ആത്മാവിലൂടെയാണെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് ഈ വിശുദ്ധീകരണം, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ നിർവഹിച്ച കാര്യമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കൊണ്ടുവരുന്നത്, സ്തോത്രം, ദൈവാത്മാവിന്റെ പ്രവൃത്തിയാലാണ് എന്ന തിരിച്ചറിവും കൂടെ നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു വസ്തുത ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. Sanctification is that renewal of our fallen nature by the Holy Ghost. Sanctification is that renewal of our fallen nature by the Holy Ghost, received through faith in Jesus Christ, whose blood of atonement cleanses from all sin, whereby we are not only delivered from the guilt of sin, but are washed from
its pollution, saved from its power, and are enabled through grace to love God. സ്തോത്രം. എന്താണ് വിശുദ്ധീകരണം? വീഴ്ച വന്ന നമ്മുടെ സ്വഭാവത്തിന്റെ, നമ്മുടെ ആന്തരിക അവസ്ഥകളുടെ യഥാസ്ഥാപനമാണ് വിശുദ്ധീകരണം. ഓക്കെ, this is the renewal or the restoration of the fallen nature of man by the work of the Holy Spirit. മനുഷ്യന്റെ പ്രകൃതത്തിന് എന്ത് സംഭവിച്ചു? നമ്മുടെ ദേഹിക്ക് എന്ത് സംഭവിച്ചു? വീഴ്ച വന്ന ദേഹിയാണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഹ്യൂമൻ നേച്ചർ ഈസ് fallen nature. Fallen nature. It is natural for us to commit sins. It's natural for man to do sins, enjoy sins. This is natural for man to disobey God. This is natural for man to obey the devil. ആദാമ്യ വർഗത്തിൽ പിറന്ന മനുഷ്യന്റെ സ്വഭാവമാണ് പാപം ചെയ്യുക. അവൻ സ്വാഭാവികമായി ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ കഴിയുന്നവനാണ്. സ്വാഭാവികമായി സാത്താനെ അനുസരിക്കുന്നവനാണ് മനുഷ്യൻ. അതാണ് മനുഷ്യന്റെ വീണുപോയ പ്രകൃതം. ഈ വീണുപോയ പ്രകൃതത്തിന് സ്തോത്രം ഒരു പുതുക്കം കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. റിന്യൂവിങ് ദ fallen nature of you and me, a renewal of it by the Holy Spirit. എന്നിട്ട് നമ്മെ എന്ത് ചെയ്യുന്നു? മാറ്റിയെടുക്കുക. The Holy Spirit renews us to obey God, to yield to God, to come back to our family, to our Father. അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ, അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ, ആ വീട്ടിൽ ആ അപ്പന്റെ ഡിസിപ്ലിൻസിന്, അച്ചടക്ക നടപടികൾക്ക് വിധേയപ്പെട്ട് സന്തോഷത്തോടെ പാർക്കുവാനായിട്ട് നമ്മെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമുക്ക് നേടുവാൻ കഴിയുന്നത് കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താലാണ്. നമ്മതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. By the blood of Christ we are sanctified, the agents of sanctification. Stotram. So the first agent is God himself. Second agent, the word of God, the word of God. And the third agent, Jesus Christ. And the fourth agent, the blood of Christ. Because the blood atoned for us. Last week we saw the blood cleanses us from all our iniquities. യേശുവിന്റെ രക്തം നമ്മെ കഴുകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. കഴുകലും വിശുദ്ധീകരണവുമാണ് നാം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത്. സ്തോത്രം. So the blood of Jesus cleanses, washes us from all the sins we already committed. That's what here also it is said. The blood of Jesus not only delivers us from the guilt of sin, but it also frees us from its pollution. That is the cleansing. That is the cleansing. Jesus' blood cleanses you and me from all the
stains of sin, പാപത്തിന്റെ കറകളെ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയുവാൻ പര്യാപ്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. സ്തോത്രം. പാപക്കറകൾ കൊണ്ട് അശുദ്ധമായ നമ്മുടെ ജീവിതത്തെ സ്തോത്രം കഴുകി വെടിപ്പാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് സാധിക്കും. കാരണം എന്താണ്? യേശുവിന്റെ രക്തം നിർദോഷമായ രക്തമാണ്. യേശുവിന്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. യേശുവിന്റെ രക്തം നിഷ്കളങ്കമായ രക്തമാണ്. യേശുവിന്റെ രക്തം സ്തോത്രം വിലയേറിയ രക്തമാണ്. പ്രൈസ് ഗാഡ്. എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. യേശുക്രിസ്തുവിന്റെ രക്തം വിലയേറിയതും നിഷ്കളങ്കവും. പ്രൈസ് ദ ലോർഡ്. യേശുവിന്റെ രക്തം നിർമ്മലവുമാകയാൽ, പാപമില്ലാത്തതാകയാൽ നമ്മുടെ പാപത്തിന്റെ കറകളെ മുഴുവനും കഴുകിക്കളയുവാൻ പര്യാപ്തമാണ്. The blood of Jesus delivers us from the guilt of sins. It also cleanses you and me from all the stains of sin. It washes us from the pollution of sins. പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന്, കറകളിൽ നിന്ന് നമ്മെ കഴുകി വെടിപ്പാക്കുന്നു. സ്തോത്രം. നമ്മുടെ സകല മനുഷ്യരുടെയും നീതിപ്രവർത്തികൾ കറ പിടിച്ച തുണി പോലെയാണ്. കറ പിടിച്ച തുണി പോലെ. പ്രവാചകൻ അത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞിലെ പ്രായത്തില്, കേരളത്തിൽ ജനിച്ച് വളർന്നവർക്കൊക്കെ ഓർമ്മയുണ്ട്, അല്ലാത്തവരാണ് ഇവിടെ കൂടുതൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്നാലും ഞാനങ്ങ് പറയാം. എന്റെയൊക്കെ ചെറുപ്പത്തില്, ഇപ്പോഴും നാട്ടിൽ അത്രയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ ആ സമയത്തൊക്കെ കാഷ്യൂനട്ട്, പറങ്ങാണ്ടി വീട്ടിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ സീസൺ സമയത്ത് ഇത് വാങ്ങാൻ വേണ്ടി फेरी वाले आते थे कैश्यू नट खरीदने के लिए. പറങ്ങാണ്ടി വിൽക്കാനുണ്ടോ, പറങ്ങാണ്ടി എന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് വരും. അപ്പൊ അവരുടെ കയ്യിൽ ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് ബാലൻസും ഒന്നുമില്ല. അവരുടെ ഉള്ളത് സ്പ്രിംഗ് ബാലൻസ്. ആ സ്പ്രിംഗ് ബാലൻസ് ഇടുന്നത് തുണി കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചിയ. അതിന് സാധനം വിളിക്കുന്ന ചേളാവെന്ന്. അപ്പം ഇങ്ങനെ തുണി കൊണ്ടുണ്ടാക്കിയതാ. ആ തുണി കൊണ്ടുണ്ടാക്കി ത്രാസ് ഇങ്ങനെ ഇടാൻ ഉള്ള ഇത്. അപ്പം പറങ്ങാണ്ടി കാഷ്യൂനട്ട് മേടിക്കുന്നവരുണ്ട്, സുപ്പാരി പാക്ക് വാങ്ങുന്നവരുണ്ട്. ഓക്കെ, പാക്ക് വാങ്ങുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം ഇതിനകത്തിടുമ്പം ഇത് റേഷൻ തുണി കൊണ്ടാണ് മിക്കവാറും ഉണ്ടാക്കുന്നവര്. റേഷൻ തുണി, നമ്മുടെ റജോയ്ക്കും നമ്മുടെ മെത്തയ്ക്കൊക്കെ കവറുണ്ടാക്കുന്ന തുണി ഉണ്ടല്ലോ, അത്തരം വൈറ്റ് തുണിയാണ്. അപ്പൊ അത് സസ്തയ്ക്ക് കിട്ടും, വില കുറച്ച് കിട്ടും. ഈ വെള്ള തുണിയും കൂടെ ആയതുകൊണ്ട് ഈ പറങ്ങാണ്ടിയും ഈ പാക്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിട്ട് ഇത് മുഴുവനും കറ പിടിച്ചിരിക്കുക, ഫുൾ സ്റ്റെയിൻസാ. ഇതിന് ഏത് സോപ്പിലിട്ടാലും എത്ര ഡ്രൈ ക്ലീൻ ചെയ്താലും ഈ കാഷ്യൂനട്ടിന്റെ ഒന്നും കറ പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. അതിന് ചിലർ പറയുന്നത് തുണി കത്തിച്ച് കളയണം, കരിച്ച് കളഞ്ഞാലേ പോകും എന്ന് പറഞ്ഞാൽ തുണി പോകുമല്ലോ. എനിക്ക് എപ്പോഴും ബൈബിളില് നമ്മുടെ നീതിപ്രവർത്തികളൊക്കെ ദൈവത്തിന്റെ മുമ്പാകെ കറ പിടിച്ച തുണി പോലെ എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ എല്ലാം പോകുന്നത് ആ പറങ്ങാണ്ടി കച്ചവടക്കാരന്റെ ചേളാവിലേക്കാണ്. Prophet says all our righteous works are just like a stained garment. When the prophet says in the Bible, my memory goes back to that particular bag or that bag of cloth of these fairy wale people.
So we also were stained with sin. Our life was stained. Our conscience was stained. Our memories were stained. No? Our relations were stained. But by the blood of Jesus, God washes and delivers us, frees us from all the stains of this sinfulness. Praise God. നമ്മുടെ ഓർമ്മയും നമ്മുടെ ചിന്തകളും വികാരങ്ങളും ബന്ധങ്ങളും എല്ലാം നമ്മുടെ മനസ്സാക്ഷിയും എല്ലാം പാപത്തിന്റെ കറ പിടിച്ച്, സ്തോത്രം, ദൈവത്തിങ്കലേക്ക് വരാൻ കഴിയാതിരിക്കുമ്പോഴാണ് യേശുവിന്റെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപക്കറകളെ ദൈവം കഴുകിക്കളഞ്ഞിട്ട് നമ്മെ വിശുദ്ധീകരിച്ച് ഹിമം പോലെയാക്കി, സ്തോത്രം, പഞ്ഞി പോലെയാക്കി നമ്മെ കർത്താവ് തിരുസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നത്. Praise the Lord. Also, this blood of Jesus Christ, what does it do? It also delivers us from the very power of sins. Hallelujah. പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഇത് നമ്മെ വിടുവിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ലഭിക്കുന്ന ശുദ്ധീകരണത്തിനായി ദൈവത്തിനു സ്തോത്രം. പുറമേയും അകമേയും യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധി ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. The blood of Christ cleanses as well as sanctifies us. Cleansing from outside and sanctifying from within, from inside. ആ ശുദ്ധീകരണത്തിനായിട്ട് സ്തോത്രം. ഇനിയും യേശുവിന്റെ രക്തവുമായി ബന്ധപ്പെട്ട അക്കാര്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിലും ഞാൻ മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ പാപരാഹിത്യത്തിന്റെ 5-6 കൂട്ടം കാര്യങ്ങള് ഇന്നലെ ചിന്തിച്ചത് ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. റിമെമ്പർ? നോ? Rufus, you remember? No. Did not take notes. പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല, പാപികളോട് വേർപെട്ടവരാണ്. Yes. പശ്ചാത്താപ പ്രാർത്ഥനയിലൂടെ അതെ, ആവശ്യമില്ലായിരുന്നു. സ്തോത്രം. ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, ബാക്കിയെല്ലാം സുസമാമ പറഞ്ഞു. വെരി ഗുഡ്. ഹിന്ദിയിലായിരുന്നെങ്കിലും കിട്ടി. Yes, now please. I didn't hear what Susamama said, but he did not pray a prayer of confession. Yes, അത് പറഞ്ഞു. No sin, he knew no sin. In him was no sin. He was separated from sinners. He didn't need to offer sacrifices for sin, and he never prayed a prayer of confession. Yes, absolutely. സ്തോത്രം. നാം അത് ഇന്നലെ കണ്ടതുകൊണ്ട് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. Praise the Lord. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് കണ്ടു. ഇനിയും അതിനോട് ചേർന്ന് അടുത്ത ഒരു ഏജന്റ്, ഇതും ഇപ്പൊ നമ്മൾ ഒടുവിൽ ചിന്തിച്ച 2 കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ബൈബിൾ അത് വേറെയായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. Let's read from 1 Corinthians 6 and verse 11, please. 1 കൊരിന്ത്യർ 6:11 വാക്യം നമുക്ക് വായിക്കാം. One of you may please read. And some of you used to be like this, but you were washed, you were sanctified, you were justified in the name of the Lord Jesus Christ and by the Spirit of our God. 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്.
നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമുക്കിപ്പോ എടുക്കാം. അതാണ് the name of our Lord Jesus Christ. We are sanctified in the name of Jesus. That means the next agent of sanctification is the name of Jesus. യേശുവിന്റെ നാമത്താലുള്ള വിശുദ്ധീകരണം. അപ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു, വചനത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു, യേശു ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു, രക്തത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. 5, യേശുവിന്റെ നാമത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജീസസ് നെയിം മീൻസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ അതിന്റെ വിശദീകരണം നമുക്ക് ആവശ്യമില്ല. യേശുവിന്റെ നാമം നമ്മെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്താലുള്ള വിശുദ്ധീകരണം. We have seen that especially in biblical background there is no distinction between the name and the person. There is no distinction between the name and the character of the person, especially in relation with God. ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ബൈബിളിൽ പൊതുവെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് വേദപുസ്തകവുമായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ പേരിനും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇവിടെ യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ യേശു എന്ന ആളത്വത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പൗലോസ് എടുത്തത് എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതും ഈ കൂട്ടത്തിൽ ചേർക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് God sanctifies a person in Jesus' name. That means Jesus is the mediator. Jesus is the very source for our sanctification. വേറെ ഒരു നാമവുമില്ല എന്ന് നാം പലയിടങ്ങളിലും വായിക്കുന്നുണ്ട്. Acts 4:12 ഓൾസോ, അപ്പോസ്തല പ്രവൃത്തി 4:12 കാണുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല. അപ്പോൾ വെറും നാമമല്ല അവിടുത്തെ വിഷയം, ആ നാമത്തിലുള്ള ഒരു വ്യക്തിയാണ് വിഷയം. അതുപോലെ തന്നെ ഇവിടെയും യേശുവിന്റെ നാമത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം, ആ നാമമുള്ള യേശു എന്ന വ്യക്തിയിലൂടെ, യേശുവിന്റെ വ്യക്തിത്വത്തിലൂടെ, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സ്തോത്രം നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. So there is no need of separating name of Jesus and the person of Jesus. Okay, both are same. We cannot separate the name and the person. യേശുവിന്റെ നാമത്തിൽ നിന്ന് യേശുവിനെയോ യേശുവിൽ നിന്ന് യേശുവിന്റെ നാമത്തെയോ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിന്റെ നാമം നിമിത്തം നാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സ്തോത്രം, ക്രിസ്തു തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഇനിയും ഒന്നും പറയുന്നില്ല. 6ാമത്തേതിലേക്ക് നാം അതുകൊണ്ട് പ്രവേശിക്കുന്നു. സ്തോത്രം, 6th agent of sanctification. അതേ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം, ആരാണ്? The Holy Spirit.
Yeah, Spirit of our God. That means the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു. സ്തോത്രം. 1 Corinthians 6:11 നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ്. അവിടെ തന്നെ അത് പറയുന്നുണ്ട്. പ്ലസ് Romans 15:16 also, please. Romans 15:16. റോമാർ 15:16 വാക്യം. To him, a minister of Christ Jesus to the Gentiles, serving as a priest of the gospel of God. My purpose is that the Gentiles may be an acceptable offering, sanctified by the Holy Spirit. Sanctified by the Holy Spirit. സ്തോത്രം. Gentiles may be an acceptable offering, sanctified by the Holy Spirit. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ സ്തോത്രം, Jesus Christ is our Redeemer. Our redemption is accomplished by Jesus, his atoning sacrifice, but that is applied in the lives of human beings by the work of the Holy Ghost. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താലാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. എന്നാൽ ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ, പ്രായശ്ചിത്ത യാഗത്താലുള്ള വീണ്ടെടുപ്പ് ഓരോ വ്യക്തികളിലും സ്വായത്തമായി തീരുന്നത്, ഓരോ വ്യക്തികളിലും അത് ഇംപ്ലൈ ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഈവൻ യേശു ക്രിസ്തു എങ്ങനെയാണ് സ്തോത്രം തന്നെത്താൻ യാഗമാക്കിയതെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. 9:13. എബ്രായർ 9:13 വാക്യം. For if the blood of bulls and of goats and the ashes of an heifer, sprinkling the unclean, sanctifieth to the purifying of the flesh, how much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, purge your conscience from the dead works to serve the living God. Amen. See, here it is again, purging is there. Okay. Then the apostle says, Jesus, the blood of Jesus Christ, who offered himself through the eternal Spirit, നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം. Praise God. So even in the atoning work of Jesus, even in the redeeming work of Jesus on the cross, was accompanied with and accomplished by the work of the Holy Spirit. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ നടത്തിയ യാഗം പരിശുദ്ധാത്മാവിനാലായിരുന്നു എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമാക്കി നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കൂടാതെ
ആ വീണ്ടെടുപ്പ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതും ആര് മുഖാന്തരം തന്നെയാണ്? പരിശുദ്ധാത്മാവ് മുഖാന്തരം തന്നെയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തുടങ്ങി പരിശുദ്ധാത്മ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തനം നമുക്ക് ഈ വാക്യത്തിൽ 13-14 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് സ്തോത്രം, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതും. So the work of the Holy Spirit is inseparable from the life and ministry of Jesus. And especially in relation with the sanctification, Jesus offered himself to God as a sacrifice in or by the eternal Spirit of God. And the same eternal Spirit was there behind the resurrection of Jesus Christ. And therefore, Paul himself in Philippians chapter 3 addresses the Holy Spirit as the power of resurrection. സ്തോത്രം. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതും ഇതേ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഫിലിപ്പ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഈ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് എന്താണ്? പുനരുത്ഥാനത്തിന്റെ ശക്തി. സ്തോത്രം. പുനരുത്ഥാനത്തിന്റെ ശക്തി. മലയാളത്തിൽ 10-ാമത്തെ വാക്യമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ മാറിയിട്ടുണ്ടാകാം. 10-ാമത്തെ വാക്യം. ജാനീസ് വളരെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നുണ്ടെന്നു. ആമേൻ. കണ്ടോ അവിടെ പുനരുത്ഥാനത്തിന്റെ ശക്തി. What is the power of resurrection? That's another name for the Holy Spirit. പുനരുത്ഥാനത്തിന്റെ ശക്തി, the power of resurrection. The power of resurrection of Jesus Christ. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നാണ് നാം വായിക്കുന്നത്. ആരുടെ? യേശുക്രിസ്തുവിന്റെ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. റോമൻസ് 8:11 ഓൾസോ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെയും പൗലോസ് അതേ കാര്യം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിലും പൗലോസ് അതേ കാര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനം 1-ാമത്തെ അധ്യായം മലയാളത്തിൽ 3-ാമത്തെ വാക്യമാണ്. 4-ാമത്തെ വാക്യമാണ്. 4-ഉം 5-ഉം ഉണ്ടെന്ന് തോന്നുന്നു. 5-ാമത്തെ വാക്യമാണ് മലയാളത്തിൽ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി. അവിടെ നമ്മൾ കാണുന്നു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. സ്തോത്രം. എന്താണ്? ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റതിനാൽ. സ്തോത്രം. In English, please. Concerning his son, Jesus Christ the Lord, who was a descendant of David according to the flesh. Then? And
and was appointed to be the powerful Son of God according to the Spirit of holiness by the resurrection of the dead. Yeah, Jesus Christ was appointed to be the powerful Son of God. Otherwise, Jesus was established to be the Son of God powerfully by the Spirit of Resurrection of the dead. Holiness. Holiness, by the Spirit of holiness through the resurrection from the dead. അവിടെയും നാം പരിശുദ്ധാത്മാവിനെ കാണുന്നത് എന്ത് പേരിലാണ്? സ്തോത്രം, വിശുദ്ധിയുടെ ആത്മാവ്. The Spirit of holiness who was at work in the resurrection of Jesus. എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? പ്രയാസമില്ലല്ലോ? സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ആരും ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇവിടെ വിളിക്കുന്നത്, നമ്മളിപ്പോ ചിന്തിക്കുന്നത്, സ്തോത്രം. ഓക്കെ, വൺ മോർ ടൈം, റൈറ്റ്. ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ദ ഏജന്റ്സ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഫിഫ്ത് ഏജന്റ്, നോ? Sixth. Okay, sixth agent of sanctification is the Holy Spirit. How? First of all, the name itself. Holy Spirit. Okay. And here in Romans chapter 1 verse 5 in English, which verse was that? 4. 3 and 4. Okay, fourth verse. മലയാളത്തിൽ 5-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ 4-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവിന് അവിടെയും കൊടുത്തിരിക്കുന്ന പേര് ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്നാണ്, വിശുദ്ധിയുടെ ആത്മാവ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഹൗ ദിസ് സ്പിരിറ്റ് ബിക്കംസ് ദ ഏജന്റ് ഓഫ് sanctification. First of all, his name itself suggests. Okay. Second one, he was at work when Jesus offered himself as our atonement for redemption. We saw that from Hebrews 9:13-14. Okay. Stotram. And third one, how the Holy Spirit becomes the agent of our sanctification, because the Holy Spirit was at work again in the resurrection of Jesus Christ. If Jesus would not have been resurrected, we could not have been sanctified. We could not have been redeemed. Okay. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ മധ്യസ്ഥൻ അല്ലെങ്കിൽ മാധ്യമമാകുന്നത്? നമ്മെ വിശുദ്ധീകരിക്കുന്ന 6-ാമത്തെ മാധ്യമമാണ് ദൈവാത്മാവ്. എങ്ങനെയെന്ന് നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ ഇപ്പോൾ കണ്ടു. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ പേര് തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ് എന്ന് തെളിയിക്കുന്നു. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ്. റോമാലേഖനം നമ്മളിപ്പോ കണ്ടു, സ്വതന്ത്രം വിശുദ്ധിയുടെ ആത്മാവ്. 2, നമ്മെ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം യേശുവിന്റെ ക്രൂശ് മരണമാണ്. യേശു തന്നെത്താൻ ദൈവത്തിന് പരമയാഗമായി അർപ്പിച്ചത് നിത്യാത്മാവിനാലാണെന്ന് നാം കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് മൂലമാണ് ക്രിസ്തു തന്നെ ദൈവത്തിന് അർപ്പിച്ചത്. ആ യാഗാർപ്പണത്താലാണ്, സ്തോത്രം,
നമുക്ക് വീണ്ടെടുപ്പ് സാധിക്കുന്നത്, പാപമോചനം സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിശുദ്ധീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കിന്റെ രണ്ടാം ഭാഗം. മൂന്നാം ഭാഗം, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഈ പരിശുദ്ധാത്മാവാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണമോ വീണ്ടെടുപ്പോ നടക്കില്ലായിരുന്നു. സാധാരണ ഒരു മനുഷ്യനെ പോലെ യേശുവും മരിച്ചു പോയിരുന്നെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലായിരുന്നു. യേശുവിന്റെ പ്രായശ്ചിത്ത ശുശ്രൂഷ, അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ക്രൂശ് മരണത്തിലെ പ്രായശ്ചിത്തം, രണ്ട് യേശുവിന്റെ മഹാപൗരോഹിത്യത്തിലെ പ്രായശ്ചിത്തം. സ്തോത്രം. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റതും, സ്തോത്രം, എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ്. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ഏജന്റായി, മാധ്യമമായിട്ട് തീരുന്നു. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയകളെ കുറിച്ച് ഇന്ന് പറയാൻ ഇനിയും സമയം നമുക്കില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അടുത്ത ആഴ്ച നമുക്ക് കോമൺ സർവീസ് ആയതുകൊണ്ട് അടുത്ത ആഴ്ച ഈ വിഷയം നമുക്ക് എടുക്കാൻ പറ്റില്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ 26-ാം തീയതി ഞായറാഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. ഈ രാത്രിയിൽ ഈ മധ്യാഹ്ന സമയത്ത്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തനത്തിനായിട്ട് നമ്മെ സമർപ്പിക്കാം. യേശുവിന്റെ രക്തവും നാമവും പരിശുദ്ധാത്മാവും നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു. യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുവാൻ, പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിപ്പാൻ, പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പ്രിയരെ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം. നാം ഈ ലോകത്തിൽ അനാഥരല്ല. നമ്മോട് കൂടെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുണ്ട്. അത് മറ്റാരുമല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, പ്രിയരെ, നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഉലകത്തിലെ ശക്തികൾക്ക് കഴിയുകയില്ല. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് എന്താണ് ചെയ്യാൻ കഴിയാത്തത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത്, ഈ ഭൂമിയിൽ യേശു ജഡത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് ചെയ്യാൻ കഴിയാതിരുന്നതും കൂടെ പരിശുദ്ധാത്മാവിന് ഇന്ന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. തെറ്റിദ്ധരിക്കത്തില്ലല്ലോ? മനസ്സിലായല്ലോ? യേശുക്രിസ്തു ജഡത്തിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് എന്തുണ്ടായിരുന്നു? ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളൊന്നും ഇല്ലാതെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. മഹാപുരോഹിതന്മാരൊക്കെ കൂടെ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ച് തടവിലാക്കി. പിറ്റേ ദിവസം ഇവരെ വിസ്തരിക്കാൻ വേണ്ടി, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ കാരാഗ്രഹത്തിൽ ചെന്നപ്പം കാരാഗ്രഹത്തിന്റെ, ജയിലിന്റെ മുറി കാലി. ഇവരെ നോക്കിയപ്പം ജയിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക, ഭദ്രമായി അടച്ചു പൂട്ടിയിരിക്കുന്നു. പക്ഷേ ജഡത്തിൽ വസിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും അവിടെ കാണാനില്ല. ഇവരാകപ്പാട് പരിഭ്രാന്തരായി, എന്ത് സംഭവിക്കുന്നു? കുറച്ചു കഴിഞ്ഞപ്പോ ആൾക്കാർ വന്ന് പറഞ്ഞു, ദേ ഇന്നലെ നിങ്ങൾ പിടിച്ച് ജയിലിലിട്ട പുള്ളികള് പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. എങ്ങനെ സംഭവിച്ചത് ഇത്? സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ. അയ്യോ, ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായോ? ശരീരത്തിൽ വസിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും
പൂട്ടിയിട്ട ജയിലിനകത്ത് നിന്ന് സ്തോത്രം പുറത്തു കൊണ്ടുപോകുവാൻ, സ്തോത്രം പുറത്തു കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞെങ്കിൽ അത്ഭുതങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മിലൂടെ, സ്തോത്രം നമ്മിലൂടെ പ്രൈസ് ഗാഡ് പ്രവർത്തിക്കാൻ, ചെയ്യാൻ ദൈവത്തിന് കഴിയും. യെസ്, there is no physical or material barriers for the Spirit of God. ദൈവത്തിന്റെ ആത്മാവിന് ഇതൊന്നും പരിമിതികളല്ല. നമുക്കിന്ന് പകലിൽ ആ ആത്മാവിനെ ദൈവം തന്നതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കർത്താവേ, എന്നിൽ വസിപ്പാൻ അങ്ങ് തന്നിരിക്കുന്ന അങ്ങയുടെ ആത്മാവിനായിട്ട് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിൽ ആ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെങ്കിൽ നമ്മിലും അത് ചെയ്യാൻ ദൈവം ശക്തനാണ്. ഒരിക്കലല്ലായിരുന്നല്ലോ, രണ്ടാമത്തെ പ്രാവശ്യവും ചെയ്തുവല്ലോ. എന്തേ? പ്രൈസ് ഗോഡ്, രണ്ടാമത്തെ പ്രാവശ്യവും ചെയ്തു. എന്താ ചെയ്തത്? പത്രോസ് മാത്രമേ ഉള്ളൂ. നാളെ പത്രോസിന്റെ തലവെട്ടുകയാണെന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ 1, 2, 3 ഡോറുകൾ കടന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. അത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ. ഇന്നും ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. സ്തോത്രം, ഇന്നും അത് സാധിക്കും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയാണോ ആവശ്യമെന്ന് ദൈവത്തിന് തോന്നുന്നത് അവിടെ ദൈവം അത് ചെയ്യും. നമ്മുടെ ഒക്കെ വിഷയങ്ങളിലും, അത് ശാരീരികമായ വിഷയങ്ങളിലും മാനസിക വിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ആ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കയാൽ സ്തോത്രം, നമുക്ക് സന്തോഷത്തോടെ ആ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ തന്നതിനായിട്ട് സ്തോത്രം. Thank you God for granting me the spirit of your promise. അങ്ങയുടെ വാഗ്ദത്തത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് അല്പസമയം ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അല്പസമയം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഭൗതിക നന്മകളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ, ഗ്ലോറി. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ അയച്ചിരിക്കുന്ന ആത്മാവിനായി സ്തോത്രം. ഞങ്ങളിൽ വസിപ്പാൻ അയച്ചിരിക്കുന്ന ആത്മാവിനായി സ്തോത്രം. വീണ്ടെടുപ്പിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന അങ്ങയുടെ ആത്മാവിനായി സ്തോത്രം. ഹല്ലേലൂയ. ചൂടാരക ശബ്ദലാദര രിഗലക ജഗലഗണ തുരജാലക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ ധാരാളമായി പിന്നെയും തരണമേ. Praise the Lord. ശുദ്ധീകരിക്കുന്ന ആത്മാവിനായി സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Thank you, Master. Thank you, Master. നമുക്ക് പ്രാർത്ഥിക്കാം.